ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി കുഴക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനു മുമ്പ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ നാടൊക്കെ മഴപ്രളയമാണ് അല്ലേ. ഇപ്പോൾ കർക്കിടകം തീരുന്നതിൻ്റെ ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബേക്കിൽ കുറച്ച് പാടവും കുളവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന ലക്ഷ്യമായിട്ട് ഞാൻ അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ് ഗൈസ്. പോയപ്പോൾ ഞെട്ടിത്തരിച്ചു പോയി. മറ്റൊന്നുമല്ല, കുളമാകെ നിറഞ്ഞ് കവിഞ്ഞ് പുകയല്ല, നിറഞ്ഞ് കവിഞ്ഞ് എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് അടുത്തോട്ട് പോകുമ്പോൾ പേടി വന്നു കേട്ടോ. മറ്റേ ഇടിയോ അങ്ങനെയൊക്കെ ഒരു മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി. പക്ഷെ അധികം നേരം അവിടെ നിന്നില്ല, വേഗം തിരിച്ച് വീട്ടിലോട്ട് വന്നു. കാരണം കുഴക്കട്ട ഉണ്ടാക്കണമല്ലോ. അതുമാത്രമല്ല, മഴ പെയ്ത് എനിക്ക് എന്തെങ്കിലും ചൂടുചൂടാന്നുള്ള സംഭവങ്ങൾ കഴിക്കണം. ഉള്ളിവട, ബോണ്ട, മുട്ട ബുജി അങ്ങനെയൊക്കെ ഞാനിപ്പോൾ കൂടുതലും വാങ്ങുന്നതാട്ടോ ചെയ്യാറ്. അതിനുവേണ്ടി ഞാനിപ്പോൾ കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയില്ലേ, നമ്മുടെ ഇടിയപ്പം പത്തിരി അപ്പോൾ ഉണ്ടാക്കുന്ന നൈസ് അരിപ്പൊടിയാണ്, അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു തേങ്ങ ചിരകി എടുക്കാം കേട്ടോ. ഇത് അത്ര ഹെവി ആയിട്ടുള്ള പണിയൊന്നുമല്ല, സിമ്പിൾ. 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കുഴക്കട്ട റെഡിയാവും. തേങ്ങ ചിരണ്ടി വെച്ച ശേഷം നമുക്ക് ഈ നേരത്തെ കുതിർക്കാൻ വെച്ച മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുള്ളിലേക്കുള്ള ഫില്ലിങ്സ് ആട്ടോ. അതിന് വെല്ലം ഞാനിങ്ങനെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഉരുക്കി വന്നതിന് ശേഷം ഞാൻ നമ്മൾ ചിരകി വെച്ച തേങ്ങ അതോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം, എനിക്കെന്താ ഇപ്പോൾ ഞാൻ വേറെ പണിയൊന്നുമില്ലെന്ന് വിചാരിക്കട്ടെ, ഞാൻ എന്തായാലും അങ്ങനെ പറഞ്ഞു പോകുന്നു. ഈ മഴയൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലായി ഒന്ന് ചൂടാറാൻ വെച്ച് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൈ ഞെട്ടിൻ്റെ പണി കിട്ടും. പിന്നെ നമ്മൾ അവിടെ നേരത്തെ മിക്സാക്കി വെച്ച് അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് കയ്യിലേക്ക് കുഞ്ഞൊരു ബൗൾസാക്കിയിട്ട് ഒന്നിങ്ങനെ പരട്ടി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു കുഴി ഉള്ളിലോട്ട് വെച്ചിട്ട് ഈ ഫില്ലിങ്സ് അതിലോട്ട് വെച്ചിട്ട് അത് വീണ്ടും ഇങ്ങനെ ഊറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ സെറ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട് അത് തിളച്ച് വന്ന് ഒരു 10-15 മിനിറ്റ് മതിയാവും കേട്ടോ. കാരണം തിളച്ച വെള്ളത്തിനുള്ള മാവൊക്കെ ഒഴിച്ച് അങ്ങനെ ഏകദേശം നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ആ വെള്ളം തിളച്ച് അടിയിൽ നിന്ന് വെള്ളം തിളച്ച് പൊങ്ങി വന്നതിൻ്റെ വെള്ളമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുഴക്കട്ട ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കുഴക്കട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എൻ്റെ മോള് പറയും, എപ്പോഴും ഈ വീട്ടിൽ കുഴക്കട്ട തന്നെ ആണോ ചോദിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ കുഴക്കട്ട കഴിക്കുന്നത് എൻ്റെ മോളായിരിക്കും കേട്ടോ. കുഴക്കട്ട ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ട് നല്ല അടിപൊളി കണ്ട് കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ കാണാൻ തന്നെ. അപ്പോൾ ഞാൻ അതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർ ചായ എല്ലാം കുടിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോയുടെ ഉടനെ വരാം. ബൈ, സീ യു.